legend, the best of Bob Marley. No woman no cry. Welcome to Jamaica, the home of Bob Marley and reggae music. Bob Marley ജനിച്ച വീട്ടിലേക്ക് തന്നെ തിരികണം നമ്മള്. ബോബ് വൺ ലവ് ട്ടോ 9 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വീണത്. നമ്മുടെ ബോബ് മാർലി കൈവച്ച കോമ്പിയുടെ സ്റ്റിയറിംഗ് നമ്മൾ കാണുന്നത് നോക്കിയാ. നമ്മുടെ നാട്ടില് ബോബ് മാർലിനെ ഒരു കഞ്ചാവ് അടിക്കുന്ന ആള് എന്നൊക്കെയാണ് കുറെ ഒക്കെ ആൾക്കാരുടെ മനസ്സിലുള്ളത്. Financially, we can really help one another. Me and Bob Marley. You and Bob Marley? Yes. What do you remember? Your friendship with Marley, Bob Marley? ചെക്ക ഫുട്ബോൾ കളിക്കാനായിട്ട് പോയപ്പോൾ ഉണ്ടായ ഒരു ഇഞ്ചുറി ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അതൊരു ക്യാൻസർ ആയിരുന്നു. ബോബ് മാർലി നമ്മൾ ജമൈക്കയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം അല്ലെങ്കിൽ ജമൈക്കയിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ ബോബ് മാർലിയിലാണ്. നമ്മുടെ നാട്ടിൽ ബോബ് മാർലിനെ ഒരു കഞ്ചാവ് അടിക്കുന്ന ആൾ അല്ലെങ്കിൽ മദ്യപിച്ച് പൂസായി നടക്കുന്ന ആളെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ കുറേയൊക്കെ ആൾക്കാരുടെ മനസ്സിലുള്ളത്. പക്ഷേ ജമൈക്കയിൽ ഞാൻ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ബോബ് മാർലി ഉണ്ടല്ലോ ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബോബ് മാർലിയെ കുറിച്ചിട്ടാണ്. ബോബ് മാർലി എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എപ്പോൾ മരിച്ചു, ആ ഒരു ചെറിയൊരു സ്റ്റോറി, നമുക്കറിയുന്ന ഒരു ചെറിയ സ്റ്റോറി നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത് ട്രാവലിസ്റ്റയുടെ ബോബ് മാർലി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജമൈക്കയിലെ ട്രഞ്ച് ടൗണിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ട്രഞ്ച് ടൗണിലാണ് ബോബ് മാർലി 11ാമത്തെ വയസ്സ് മുതൽ ജീവിച്ചത്. 13 വയസ്സ് വരെ ജീവിച്ചത് 9 മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ജമൈക്കയുടെ ഒരു ചെറിയൊരു പട്ടണത്തിലായിരുന്നു. അവിടെ നിന്ന് 11ാമത്തെ വയസ്സിൽ പുള്ളി വന്ന് താമസിച്ച ഒരു കോമ്പൗണ്ടിലാണ് നമ്മളിന്ന് ഇൻട്രോ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മുടെ കൂടെ പുലിടാവുണ്ട് കണ്ണചാടൻ. കളിയാടാൻ എന്തൊരു നമുക്ക് പറയാനുള്ളൂ ബോബ് മാർലിനെ പറ്റിയിട്ട്? പറയാനൊന്നുമില്ല, എന്നാ പറയൂ, ഈ ബോബ് മാർലിയൊക്കെ നാട്ടിൽ നമ്മൾ കേട്ടപ്പോ ഞാൻ കേട്ടപ്പോ കഞ്ചാവാണ് അങ്ങനെ കേട്ടോണ്ടിരുന്നത്. പക്ഷെ ജമൈക്ക വന്നപ്പോൾ മൊത്തം ചേഞ്ചായി. ഇവര് ബോബ് മാർലി ഇവർക്ക് ദൈവമാണ് ഇവിടെ, റെഗെ മ്യൂസിക്കിന്റെ കിങ്, റെഗെ മ്യൂസിക്കിന്റെ സ്ഥാപകൻ, ഗോഡ് ഫാദർ. പിന്നെ ഇവർക്ക് രാസ്താമാരുടെ ദൈവം, കാണപ്പെട്ട ദൈവമാണ്. അതെ, പുള്ളിയെ പറ്റി കുറ്റം പോലും പറയാൻ പറ്റത്തില്ല, ലെജൻഡാണ് പുള്ളി ഇവിടെ. അതെ, നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കഞ്ചാവ് അടിക്കുന്ന ആളെന്നുള്ള മാത്രമായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് എല്ലാവരും കാണുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രഞ്ച് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടണത്തിൽ വന്നിരിക്കുന്നത്. നമ്മളിവിടുത്തെ ഒരു ഗൈഡ് ചേട്ടൻ്റെ അടുത്ത് വന്നിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഹലോ ഗൈസ്. Hello mate, welcome to Trench Town mate. Yeah. I'm Bob Marley and Mele Mole Gentalo. Yeah, what's your name? My name is Dogan Johnson. Dogan Johnson. Yeah man. Yeah, nice to meeting you man. Yeah man. Thank you for giving me all information. Yeah man. Thank you so much. Yeah. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ നമ്മൾ കൂടുതൽ കുറേയൊക്കെ പഠിച്ചത് തെറ്റാണ് ശരിയാന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. പറയുന്നതൊക്കെ തെറ്റും ശരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ബോബ് മാർലിനെ പറ്റി നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ പഠിച്ച അറിവ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നുണ്ട്. ഈ എപ്പിസോഡ് മൊത്തം ബോബ് മാർലിയെ ബേസ് ചെയ്തിട്ടുള്ള എപ്പിസോഡാണ്. ജമൈക്ക എന്ന രാജ്യത്ത് ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ബോബ് മാർലി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം എവിടെ നോക്കിയാലും നമ്മളൊരു എയർപോർട്ടിൽ വന്ന് ടാക്സിക്കാരനെ കൈ കൊടുക്കുമ്പോൾ അവർ ആദ്യം പറഞ്ഞ ഡയലോഗ് വൺ ലവ് എന്നാ. അപ്പോൾ അത്രയ്ക്കും ബോബ് മാർലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ജമൈക്ക. ലോകത്തിന് മുമ്പിൽ ജമൈക്ക എന്ന രാജ്യത്തിനെ തുറന്ന് കാണിച്ചത് അല്ലെങ്കിൽ ജമൈക്ക എന്ന രാജ്യത്തിന്റെ പവർ കാണിച്ചത് ആദ്യമായിട്ട് ബോബ് മാർലിയാണ്. അതിനുശേഷം ഹുസൈൻ ബോൾട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കുറെ ക്രിക്കറ്റേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബോബ് മാർലിനെ ഈ രാജ്യക്കാര് എന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടണമെന്ന് ഉള്ളൊരു ചോദ്യമുണ്ട്. അതെന്തായാലും നമ്മുടെ മുമ്പിൽ വരില്ല. ഇയാളെ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആൾക്ക് എന്തുകൊണ്ട് ഇയാളെ ഇങ്ങനെ ആരാധിക്കണം അല്ലെങ്കിൽ ദൈവമായിട്ട് കാണണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ബോബ് മാർലിയുടെ തുടക്കം തന്നെ നമുക്ക് പറയാം. ബോബ് മാർലി ജനിച്ചത് 1945 രണ്ടാം ലോക മഹായുദ്ധം നടന്നു തീരുമ്പോഴാണ് ബോബ് മാർലി നടന്നു തീർന്നിട്ടില്ല, തീരുന്നതിന് മുമ്പാണ് 1945 ഫെബ്രുവരി 6 ബോബ് മാർലി ലോകത്തേക്ക് ജനിച്ചു വീണത്. ഈ ജനിച്ചു വീണത് ജമൈക്ക എന്ന രാജ്യത്തിലെ 9 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തിനാണ് ജനിച്ചു വീണത്. അവരുടെ സ്റ്റോറി വായിച്ചപ്പോൾ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബ് മാർലി 5 വയസ്സിലും അല്ലെങ്കിൽ 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പുള്ളി കൈനോട്ടക്കാരനായിരുന്നു നിങ്ങൾ വിശ്വസിക്കൂ. അതെ, ആളൊരു കൈനോട്ടക്കാരായിരുന്നു. പക്ഷെ ഈ ഇവിടുത്തെ റിലീജിയൻ വൈസ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് ബോബ് മാർലി 7ാമത്തെ വയസ്സിൽ കൈനോട്ട സംഭവങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും ഈ 9 മൈൽ ഇവരുടെ ഫാമിലിയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ദാരിദ്ര്യം വന്നു.
ഈ ബോബ് മാർലിയുടെ അപ്പനാണെങ്കിലേ 64-ാമത്തെ വയസ്സിലാണ് ബോബ് മാർലി ഉണ്ടാവണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ മോനുണ്ടായി ഏതാനും വർഷത്തിനുള്ളിൽ അപ്പം മരിച്ചു പോയിട്ടാ. 6-7 വയസ്സിലും അപ്പം മരിച്ചുപോയി. അതുമല്ല ഈ അപ്പനും അമ്മയും ബോബ് മാർലിയുടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് മിക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ബോബ് മാർലി 11-ാമത്തെ വയസ്സില് ഈ പറഞ്ഞ ഫ്രഞ്ച് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പട്ടണത്തിന്റെ ഒരു സൈഡിലുള്ള ഒരു ചെറിയൊരു ടൗണാണ്. ഇവിടെ ഈ പറഞ്ഞ ചെറിയൊരു ഹൗസിംഗ് കോളനിയിൽ വന്നിട്ടാണ് ബോബ് മാർലി താമസിക്കുന്നത്. 11-ാമത്തെ വയസ്സ് മുതൽ 16-ാമത്തെ വയസ്സ് വരെ 5 വർഷക്കാലം ബോബ് മാർലി താമസിച്ച കോമ്പൗണ്ടും ബോബ് മാർലി ഇരുന്ന ഇരിപ്പിടത്തിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ പുള്ളി നേരെ അമ്മയുടെ കൂടെ അമേരിക്കയിലേക്ക് പോയി. 23-ാമത്തെ വയസ്സ് വരെ അമേരിക്കയിലായിരുന്നു. 23 വയസ്സ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എന്റെ പരിപാടി ഇതൊന്നല്ല, എനിക്കുള്ള സ്കില്ലും എനിക്കുള്ള സംഭവങ്ങളൊക്കെ വേറെ ആൾക്ക് തിരിച്ചറിഞ്ഞു. അങ്ങനെ പുള്ളി 23-ാമത്തെ വയസ്സിൽ തിരിച്ച് സ്വന്തം ജന്മനാടായിട്ടുള്ള ജമൈക്കയിലേക്ക് തിരിച്ചു വരണം ബോബ് മാർലി. അങ്ങനെ 23-ാമത്തെ വയസ്സ് മുതലാണ് ബോബ് മാർലിയുടെ റേഞ്ച് ലോകം കണ്ടു തുടങ്ങിയത്. ലോകത്തിന്റെ മുമ്പിലേക്ക് റെഗെ മ്യൂസിക് അവതരിപ്പിച്ചുകൊണ്ടാണ് ബോബ് മാർലി വരുന്നത്. ഇന്നും ലോകത്തിന്റെ ഏത് മൂലയിലായാലും റെഗെ മ്യൂസിക്കിന്റെ സ്ഥാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒപ്പം തന്നെ ഉണ്ടല്ലോ ഇവിടത്തെ കൾച്ചർ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളത്തെ എപ്പിസോഡൊക്കെ കാണാത്തവരും എന്തെങ്കിലും കണ്ടോ, ഇവിടെ നമ്മുടെ നാട്ടില് ബീഡി വലിക്കുന്ന പോലെ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഈ കഞ്ചാവ് അടിക്കാന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനെ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് വരുത്തിയിട്ട് വേറെ റേഞ്ചിലേക്ക് മാറ്റി വെച്ചിരിക്കട്ടാ. അപ്പൊ ഇവർക്ക് ഈ ചേട്ടൻ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് സെറ്റ് ചെയ്യും. അത് വേറെ കാര്യം. ഈ ബോബ് മാർലി എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റ് ആണ്. ഈ ജമൈക്കയില് ഉള്ള പാവപ്പെട്ട ആൾക്കാരും ഈ ബോബ് മാർലി പാടി കിട്ടുന്ന പൈസയും പാടി കിട്ടില്ല ഈ പരിപാടികൾ അവതരിപ്പിച്ച പൈസ അമേരിക്കയിലും യൂറോപ്പിലും എല്ലായിടത്തും വന്ന് പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ മില്യൺസ് ഓഫ് ഡോളറാണ് ബോബ് മാർലിക്ക് അന്നത്തെ കാലത്ത് കിട്ടുന്നായിരുന്നത്. ആ പൈസ പുള്ളി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമൈക്കയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിനും എല്ലാ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളും ആൾ ഇൻവോൾവ് ആയതുകൊണ്ടും ആണ് പുള്ളിക്കാരനെ ഇവിടെ ഇത്രയധികം ആൾക്കാർക്ക് ഇഷ്ടം. പുള്ളി ഈ ജമൈക്കയിലത്തെ കുട്ടികളെയും വയസ്സായ ആൾക്കാരൊക്കെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്തതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ജമൈക്കൻ പീപ്പിളിന് അല്ലെങ്കിൽ ലോകത്തിന് മുമ്പില് ബോബ് മാർലി എന്ന ആ പാട്ടുകാരന് ഇത്രയ്ക്കും വാല്യൂ ഉണ്ടാക്കി കൊടുത്തിട്ടാ. അപ്പൊ അതുകൊണ്ടാണ് ബോബ് മാർലിക്ക് ഇത്രയ്ക്കും ഫാൻസ് ഈ ലോകമെമ്പാടുള്ളത് കേട്ടോ. ഒപ്പം തന്നെ ബോബ് മാർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര മൾട്ടി ടാലന്റഡാ. മ്യൂസിക് പാടാൻ മാത്രമല്ല, മ്യൂസിക് എഴുതാനും കമ്പോസ് ചെയ്യാനും ഗിറ്റാറിസ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് കഴിവുകൾ പുള്ളിക്കാരുണ്ടായിരുന്നു. ആള് ക്രിസ്ത്യനായി ജനിച്ച് ആള് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ മ്യൂസിക്കൽ സംഭവങ്ങളൊക്കെ ആയപ്പോൾ ആള് രാസ്താഫാരിയനിലേക്ക് മാറായിരുന്നു. 1930-കളിലാണ് രാസ്താഫാരിയൻ ലോകത്തിന്റെ മുമ്പിലേക്ക് ഈ ജമൈക്ക എന്ന രാജ്യത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അതിനെ പറ്റിയൊരു വീഡിയോ നമ്മൾ രാസ്തമാരുടെ വീഡിയോ അടുത്ത ദിവസം 24 hours വിത്ത് രാസ്തകളുടെ കൂടെയുള്ള വീഡിയോ അടുത്ത ദിവസങ്ങൾ വരും. അപ്പൊ ഇന്ന് നമ്മൾ പുള്ളി ചർച്ച ചെയ്യുന്നത് ബോബ് മാർലിയെ പറ്റിയിട്ടാണ്. അങ്ങനെ ബോബ് മാർലി ഭയങ്കര ഫേമസ് ആയതും സോഷ്യൽ പ്രവർത്തനങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ബോബ് മാർലി ഭയങ്കര സോഷ്യലും ഭയങ്കര ലോകത്തിന് മുമ്പിൽ പാട്ടൊക്കെ പാടി ഭയങ്കര ട്രെൻഡിങ്ങും സംഭവങ്ങളൊക്കെ ആയി ആള് ഹെവി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് 30-ാമത്തെ വയസ്സിൽ 1976 പുള്ളിക്കെതിരെ ഒരു വെടിവെപ്പ് ശ്രമം നടന്നു ജമൈക്കയിൽ. ആ ശ്രമത്തിന് ശേഷം ബോബ് മാർലി നേരെ UK കുടിയേറി. 1976 കൂടിയിട്ട് ബോബ് മാർലി UK കുടിയേറിയപ്പോഴാണ് ബോബ് മാർലി നല്ല കാലം തെളിഞ്ഞത്. ബോബ് മാർലിന്റെ ലോകം കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും ബോബ് മാർലിന്റെ റേഞ്ച് 3-4 സ്റ്റെപ്പ് കൊണ്ട് അപ്പായത് പുള്ളിക്കാരൻ UK പോയപ്പോഴാണ്. അങ്ങനെ പുള്ളിക്കാരന്റെ 34-ാമത്തെ 35-ാമത്തെ വയസ്സിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരന് ക്യാൻസർ രോഗം പിടിപെട്ടു. വേറെ ഒരിടത്തിലല്ല, കാലിന്റെ വലിയ നഖല് തള്ളവരലിന്റെ ഒരു തരം സ്കിൻ ക്യാൻസറാണ് പുള്ളിക്കാരന് പിടിപെട്ടത്. അപ്പൊ ആദ്യം ഇവർ വിചാരിച്ച് ചെക്ക ഫുട്ബോൾ കളിക്കാനായിട്ട് പോയപ്പോ ഉണ്ടായ ഒരു ഇഞ്ചുറി ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അതൊരു ക്യാൻസർ ആയിരുന്നു. അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പകരണ ഒരു ക്യാൻസർ ആയിരുന്നു. അങ്ങനെ 1980 പുള്ളി ന്യൂയോർക്കിൽ എവിടെയോ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി തലകറങ്ങി വീഴും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അസുഖം വന്നതോട് കൂടിയിട്ട് പുള്ളിക്കാരൻ്റെ ഉള്ളിൽ ഭയം ആയതുകൊണ്ട് ഈ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഈ സ്റ്റേജിന്റെ താഴത്ത് ഒരുപാട് ആൾക്കാരെ നിർത്തും. എന്താ വെച്ചാൽ താഴത്തുനിന്ന് വീണ് കഴിഞ്ഞ് പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്കറിയാം ആൾ മരിക്കുന്നു. അങ്ങനെ ബോബ് മാർലി 36-ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ വെച്ചിട്ട് മരിക്കണം. ആളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇംഗ്ലീഷ് മരുന്നുകളൊന്നും പ്രയോഗിച്ചില്ല. ആള് നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകളൊക്കെയാണ് പ്രയോഗിച്ചല്ലോ. ആൾക്കറിയാം ആൾ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആൾക്കാരെ കൂടെ നിർത്താനും വീഴുമ്പോൾ പിടിക്കാനൊക്കെയാണ് നിർത്തിയത്. ബോബ് മാർലി എന്ന പാട്ടുകാരന് പുറമെ ഇവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ലോകത്തിലെ ബോബ് മാർലി ഫാൻസിനെ ആളൊരു മനുഷ്യനായിട്ട് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആള് ഭയങ്കര സോഷ്യലിസ്റ്റ് ആയതുകൊണ്ടും കോടാനുകോടി പൈസ ആള് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോബ് മാർലി പൈസ ഉണ്ടാക്കിയത് എന്താണെന്നറിയോ? ബോബ് മാർലി പൈസ ഉണ്ടാക്കിയതേ ബോബ് മാർലി മരിച്ചു കഴിഞ്ഞിട്ടാ. എന്താ കാരണം എന്നറിയോ? പുള്ളിക്കാരന്റെ കാസറ്റും പുള്ളിക്കാരൻ ട്രെൻഡിങ് ഒക്കെ ആൾക്കാർ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ആൾക്കാർ അറിഞ്ഞു പിടിച്ച് വന്നപ്പോഴേക്കും ആള് മരിച്ചുപോയി.
അപ്പോൾ ആൾക്ക് മില്യൺസ് ഓഫ് ഡോളർ ഇപ്പോഴും ഈ ഒരു വർഷത്തിൽ 2025 ഈ ഫെബ്രുവരി മാസത്തിൽ പുള്ളിക്കാരനെ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂ. അതെ, ഈ കാസറ്റുകളും ഈ സാധനങ്ങളൊക്കെ ഓൺലൈൻ സെല്ലിങ്ങിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുള്ളിക്കാരൻ 14 മക്കളാ. ഈ 36-ാമത്തെ വയസ്സിൽ പുള്ളി 14 മക്കളെ ഉണ്ടാക്കിയിട്ടാ. പല ഭാര്യമാരും ഉണ്ടാക്കിയത്. ആളൊരു കളിയാക്കി പറഞ്ഞല്ലടാ, ആള് ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. 14 മക്കളുണ്ടായി. അതിലൊരു മകൻ ഒരു കോഫി ഷോപ്പ് നടത്തുന്നുണ്ട്. മാർലി കോഫി എന്നാണ് അതിനറിയപ്പെടുന്നത്. ആ കോഫി ഷോപ്പിലില്ലേ ബഫല സോൾജിയർ എന്ന് പറഞ്ഞിട്ടുള്ള കോഫിയൊക്കെ കിട്ടും. ആലോചിക്കാൻ പറ്റുമോ? 1 ലവ് എന്ന് പറഞ്ഞിട്ടുള്ള കോഫി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ബഫല സോൾജിയർ കോഫി നമ്മൾ എടുക്കും. അപ്പോൾ ഇതാണ് ബോബ് മാർലിയുടെ ചെറിയൊരു ജീവിത കഥ. ഇതിൽ മിസ്സിങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. കൂടുതൽ അറിയുന്ന ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ടല്ലോ, ഇതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഈ പറഞ്ഞ 11-ാമത്തെ വയസ്സിൽ അവിടുന്ന് 9th മൈലിൽ നിന്ന് വന്ന് താമസിച്ച ഒരു ചെറിയ ഒരു വീട്, ഒരു കോമ്പൗണ്ട് അല്ലേ. ഇവിടെ കുറേ വീട്ടുകാരുണ്ടായിരുന്നു. അതിലൊരു റൂം ആളായിരുന്നു അല്ലേ. ആ കാണുന്ന മുറിയായിരുന്നു പുള്ളിയുടെ മുറിയിട്ട്. ആ മുറിയായിരുന്നു പുള്ളി അതിൽ തന്നെ അടുക്കളയും പരിപാടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മ്യൂസിയം ആയതുകൊണ്ടും ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ആളുടെ കൂട്ടുകാരന്മാരും അന്ന് വരെ പുള്ളിക്കാരൻ്റെ കൂടി ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഹിസ്റ്ററി ഇതിനുള്ളിൽ പറയണ്ടടാ. ചുമരുമ്പോൾ ഓരോരുത്തരുടെ പടങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പുള്ളി താമസിച്ച റൂമിനാ തുറന്നിട്ടിരിക്കണടാ. ഈ തുറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗം തോന്നുന്നുണ്ടാ. അപ്പോൾ പുള്ളി ഉപയോഗിച്ച ഇത് ഭയങ്കര ഫേമസ് വണ്ടിയാണ്. പുള്ളി ഉപയോഗിച്ച വോക്സ് വാഗണിൻ്റെ കോമ്പിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പാൻ അമേരിക്കയിലേക്ക് വേണ്ടി കോമ്പിയൊക്കെ സ്വപ്നം കണ്ടിരുന്നു, പക്ഷെ അത് യാഥാർത്ഥ്യം ആയില്ലടാ. അപ്പോൾ നമ്മുടെ ബോബ് മാർലി കൈവച്ച കോമ്പിയുടെ സ്റ്റിയറിംഗ് നമ്മൾ കാണുന്നത്. നോക്കിയാൽ ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെ 1981 ആൾ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ആ സമയത്തും ആളെ കയ്യിലുണ്ടായിരുന്ന ആൾ ജമൈക്കയിൽ വരുമ്പോൾ 76-ന് ശേഷം ആൾ അധികം സമയം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. 76-ന് മുമ്പ് ആൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള വോക്സ് വാഗണിൻ്റെ കോമ്പിയാണ് നമ്മൾ കാണണം കേട്ടോ. അപ്പോൾ ഇത് ആളെ 11-ാമത്തെ വയസ്സ് തൊട്ടുള്ള സ്ഥലം. ഇനി നമ്മൾ കാണാൻ പോണത്, അല്ലെങ്കിൽ ഇനി അടുത്തൊരു സെക്ഷൻ വരുന്നത് 9 മൈൽ ആൾ ജനിച്ച സ്ഥലമാണ്. ഏകദേശം ഇവിടുന്ന് എത്ര മൈലുണ്ട് ചേട്ടാ? 120 കിലോമീറ്റർ, ഏകദേശം 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. 9 മൈലിലെ ബോബ് മാർലി ജനിച്ച സ്ഥലത്ത് വെച്ച് ഇനി കാണാം. അങ്ങനെ നമ്മളേ 9 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കണം. നമ്മൾ ബോബ് മാർലി ജനിച്ച വീട് കാണാനായിട്ടാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാം എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യം. നമ്മളിനി നിങ്ങളെ കാണിക്കാൻ പോണത് റഗേ മ്യൂസിക്കിൻ്റെ അധിപനും ജമൈക്ക എന്ന രാജ്യത്തിനെ ലോകത്തിന് മുമ്പിലേക്ക് എത്തിച്ച ബോബ് മാർലി ജനിച്ച വീട്ടിലേക്ക് എത്തിയിരിക്കണം നമ്മള്. India. Respect man. Welcome to 9 Mile. 9 Mile. Bob Marley place. Yeah. Rastafari. India. India. Smoking. What is this? Problem. Marijuana. Marijuana. Yeah. No, I'm not smoking. അങ്ങനെ നമ്മൾ ബോബ് മാർലിയുടെ വീട്ടിലേക്ക് കയറണത് തന്നെ അങ്ങനത്തെ ഒരു വലിയൊരു ഗേറ്റ് കടന്നിട്ട് വേണം കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുക്കണമെന്നുള്ളേ 2 ഹോളുണ്ട് കേട്ടോ ബോബ് മാർലി. ആൾക്കാർ മറ്റേ കഞ്ചാവ് വിൽക്കാനായിട്ടുള്ള സെറ്റപ്പിൽ നിൽക്കാട്ടോ. അവിടെ എൻട്രി. ഇവർ ആ വലിയ മതിൽ വെച്ചിട്ട് ഫുള്ള് അടച്ചു വെച്ചിരിക്കട്ടാ അകത്ത് പോയി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 9 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിരിക്കട്ടാ. ഏകദേശം കിങ്സ്റ്റണിൽ നിന്ന് 96 മൈൽ അപ്പുറത്താട്ടോ നമ്മുടെ സ്ഥലം. സോറി, അനിൽ. അപ്പോൾ ബോബ് മാർലിയുടെ വീട്ടിലേക്കുള്ള എൻട്രി നമ്മൾ കാണുന്നത്. കയറി വരുമ്പോൾ തന്നെ ബോബിൻ്റെ ഒരു പടം അടിയിലുണ്ട്. മോൾ ഭാഗത്ത് ഫോർ വിസിറ്റിംഗ് 9 മൈൽ രാഗേ ലാൻഡ് 1 ലവ്. മാർലി ഏത ജന്മം. ഇവിടെ വന്ന ചെറിയ കഫറ്റീരിയ കണ്ടിട്ടാ. അപ്പോൾ ഒരു എൻട്രി സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വേറൊരു റേഞ്ചിലാട്ടോ വെച്ച് സെറ്റ് ചെയ്തിരിക്കണം 9 മൈലിൽ. ഇതൊരു ഇവിടുത്തെ വിസിറ്റേഴ്സിന് വരാനും ഫോറിനേഴ്സ് വരുമ്പോൾ തന്നെ വലിയൊരു ഇൻകം കൂടിയാണല്ലോ ഈ നാടിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ക്രാഫ്റ്റിൻ്റെ, ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ക്രാഫ്റ്റിൻ്റെയും ബോബ് മാർലി സ്റ്റൈലുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കിട്ടും. നോക്കിയാൽ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ 9 മൈലിൻ്റെ സാധനങ്ങൾ കൂടുതലും വിൽക്കണം കേട്ടോ. ഒരു ബോബ് മാർലി ലൈനിലുള്ള ഷൂസ്, അമ്മേ ഹെവി ഷൂസ് കേട്ടോ. ഒരു കഞ്ചാവിൻ്റെ ഷൂ ഉണ്ടോ നിങ്ങൾ? നമ്മുടെ നാളത്തെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കഞ്ചാവിൻ്റെ ഷൂ, കഞ്ചാവ് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഷൂ കേട്ടോ. കളിക്കില്ലേ എല്ലാ സാധനം മറവാന ലൈനിലാണ് മൊത്തം ഇരിക്കണം കേട്ടോ. ജമൈക്കയുടെ തൊപ്പി, പെയിൻറ്റിങ്സ്, പലതരം ബോബ് മാർലി. സൈഡിൽ സിംഹം പകുതി ബോബ് മാർലിയിലാണ്. നോക്കി ചിന്തിക്കാൻ പറ്റുമോ എന്ത് സംഭവങ്ങളാണ് വിറ്റുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ബോബ് മാർലിയുടെ ടീഷർട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ള ട്രൈബൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്രാഫ്റ്റ് മാർക്കറ്റും കൂടിയാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട് കാണാനായിട്ട് പോവാം. അപ്പോൾ അതൊക്കെ
എല്ലാ സാധനവും സോസ് വരെ കൊടുക്കേണ്ടവരുട്ടോ ബോബ് മാർലി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ എവിടേക്ക് നോക്കുമ്പോഴായാലും ഉണ്ടല്ലോ ബോബിൻ്റെ പടങ്ങൾ, അതേപോലെ എത്തോപ്യൻ ഓർത്തഡോക്സ് പടങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ഇതിൻ്റെ ചുറ്റുപാടും കാണാറുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പതുക്കെ വരാട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോട്ടാ. കാരണം ചേട്ടാ എന്തെങ്കിലും കയറില്ല. ഓക്കെ, കാരണം ഞാനിപ്പോൾ ഒരു മീറ്റിംഗ് ഒന്നും അതൊന്നും ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കയറുന്നു. ഏകദേശം $35 ഉണ്ടാവും വീട് കാണാനായിട്ട്. ബോബ് മാർലിയുടെ വീട് കാണാനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് $35 ഇതിൻ്റെ എൻട്രിക്കുള്ള എമൗണ്ട് ഇടാം. അപ്പോൾ നമ്മൾ പതുക്കെ അകത്തേക്ക് കയറിയതെല്ലാം പറഞ്ഞു. നമ്മൾ പതുക്കെ അകത്തേക്ക് കയറട്ടോ. നമസ്കാരം. നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിലേ ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻ്റെ കൂടെ യാത്ര ചെയ്താലോ? മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത്. 10-12 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത്. ലോകത്തിലെ 2 മെയിൻ വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ്. മാച്ചു പിച്ചും ആമസോൺ റെയിൻ ഫോറസ്റ്റും ക്രൈസ്റ്റ് റെഡീമറും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ അടങ്ങിയ പെറു, ബ്രസീൽ, പാരഗ്വേ, അർജന്റീന, ചിലെ എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ യാത്രയാണ്. അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിത്ത് ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻസ്. അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കണ്. ബോബിൻ്റെ വീടും മരിച്ച സ്ഥലമൊക്കെ കാണാനായിട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. ബോബിൻ്റെ ഒരു പടം വരച്ച് നോക്കിയാൽ നിങ്ങൾ ഏതാ ലെവല് കാണുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി പടം വരച്ചതാന്ന് നമ്മൾ പറയും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ വീണ്ടും ഈ സൗകര്യ ഷോപ്പും സംഭവങ്ങളൊക്കെ കടന്ന് നമ്മൾ പോണത്. നമ്മൾ പോകുമ്പോൾ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നിറയെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഗ്ലാസ് ആയാലും ഫോട്ടോസ് ആയാലും അങ്ങനെ എന്തും ബോബ് മാർലിയുമായി ബന്ധപ്പെട്ട എന്തും അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബോബ് മാർലിയുടെ അമ്മയുടെ പടം നമ്മൾ വീണ്ടും നമ്മൾ വരച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളിവിടെ ഇംഗ്ലീഷ് ടീച്ചർമാരുണ്ട്. കയറി വരുമ്പോൾ തന്നെ പീസ് എന്ന് എഴുതിയിട്ടുണ്ടോ? നോക്കിയേ, പീസ്. നമ്മൾ കയറി വന്ന വഴിയാണ് അതല്ല കേട്ടോ. ഈ 9 മൈൽ എന്ന സ്ഥലം ലോകത്തിന് മുമ്പിൽ ഫേമസ് ആയതുകൊണ്ട് തന്നെ ആര് ജമൈക്ക വന്നാലും ഇവിടെ വിസിറ്റ് ചെയ്യട്ടോ, ഏത് ഫോറിനേഴ്സും. ഇവിടെ ഒരു മറ്റേ റിസോർട്ട് സെറ്റ് ചെയ്ത പോലെയാണല്ലോ ബോബ് മാർലി വീട് സെറ്റ് ചെയ്തിരിക്കണേട്ടാ. ഇതിലേതാ വീട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ വീട് കാണാനായിട്ട് വീണ്ടും നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ആകുമ്പോൾ ഒരു ചെറിയ ബാറും ചെറുത് 2 അടിച്ചിട്ട് വേണമെങ്കിൽ വീട് കാണാൻ പോകാന്നുള്ള ലൈനിലാണ് അവർ ഇരിക്കണേട്ടാ. അപ്പം എല്ലാ സംഭവങ്ങളും നമുക്ക് വേണ്ടി അണിയറയിൽ വെച്ചിട്ടുണ്ട്. ബീർ വേണമെങ്കിൽ ബീർ കഴിക്കാം, ലിക്കർ വേണമെങ്കിൽ ലിക്കർ കഴിക്കാം. എന്തിനും ഈ വരുന്ന ടൂറിസ്റ്റേഴ്സിനെ ഹാപ്പി ആക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ അവരെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോബ് മാർലി എന്ന് പറയുമ്പോൾ കഞ്ചാവിൻ്റെ ഏതൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറും കൂടിയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് കഞ്ചാവായാലും എല്ലാത്തിനും അവർ വിസിറ്റേഴ്സിന് വരുമ്പോൾ മാക്സിമം ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാമെന്നുള്ളൊരു മട്ടിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 2 സ്പാനിഷ് അമ്പിച്ചിമാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിന് ഒരുക്കുകയാണ് സംഭവം. നമ്മൾ ബോബ് മാർലിയുടെ വീട് കാണാനായിട്ട് വന്നിട്ടെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലാതെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷേ നമ്മൾ ആ ഗൈഡ് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോട്ടാ ഗൈഡ് ടൂറിന് വേണ്ടിയിട്ട്. എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ബാറ് അതായത് നമ്മൾ ഈ ടൂറിസ്റ്റേഴ്സിനെ അവർ എത്രത്തോളം ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ടൂറിസ്റ്റേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ടൂറിസത്തിലൂടെ പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇവരെ കണ്ട് പഠിക്കണ്ട. ബേസിക്കലി എന്തുടെ കളി എവിടെ നോക്കിയില്ലല്ലോ, വൺ ലവ് അതേപോലെ ബോബ് മാർലിയുടെ പടം ഒരു എനർജി ഉണ്ട് ഇവിടെ വരുമ്പോൾ. പ്രത്യേകിച്ച് ഇവിടെ ഒരു മലയോര സൈഡിലായതുകൊണ്ട് കാറ്റും അടിപൊളിയാട്ടോ. അങ്ങനെ നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക്, ഇവിടെ ഒരുപാട് വീടുകളുണ്ട്, നമ്മൾ ശരിക്കുള്ള വീട്ടിലേക്ക് എത്തിയിട്ടാണ്. നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നില്ലേ ഫുൾ കഞ്ചാവുകളാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് ബീഡി തീർപ്പ്, എൻ്റെ തറവാട്ട് എൻ്റെ അപ്പാപ്പൻ്റെ പണി ഒരു ബീഡി തീർപ്പായിരുന്നു. നമ്മളെ ബീഡിക്കാരന്മാരെന്നാണ് നാട്ടിലറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജോലി അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ പഴയ അമ്മമാരായാലും അപ്പാപ്പന്മാരായാലും ഈ കഞ്ചാവ് തോട്ടങ്ങൾ കൃഷി അല്ലെങ്കിൽ കഞ്ചാവിന് കൃഷി ചെയ്ത് അത് സെല്ല് ചെയ്യലൊക്കെ ആയിരുന്നു ഇവരുടെ മെയിൻ ജോലി എന്ന് പറയണത്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളേ ഇവർ കഞ്ചാവ് സെല്ല് ചെയ്യണമൊക്കെ അല്ലെങ്കിൽ ആൾക്കാർ കഞ്ചാവ് പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും
അങ്ങനെയല്ല ശരിക്കും എനിക്ക് തോന്നണത്. എനിക്ക് മാത്രം തോന്നണമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ മദ്യം നമ്മൾ സർക്കാരായാലും മദ്യമൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് സെല്ല് ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റേഴ്സിനും കഞ്ചാവിൻ്റെതായ എല്ലാ പ്രൊഡക്റ്റുകളും ഒരു ഭയങ്കര സെല്ലിങ്ങാണ്. നമ്മൾ ചെറുപ്പം മുതൽ വിചാരിച്ച് വെച്ച കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയും ഇങ്ങനെയും എന്നൊക്കെ സംഭവം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ അതിനൊരിക്കലും പ്രൊമോട്ട് ചെയ്ത് പറയണതല്ല. കഞ്ചാവിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ സിഗരറ്റ് വലിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഇവർ ഇതിനെ കാണണുള്ളൂ. ഇതൊരു വലിയൊരു ലഹരിയാണ്, ലഹരിക്ക് അടിമപ്പെടണ്. ഈ കഞ്ചാവ് വലിച്ചിട്ട് അപ്പനെ അമ്മേനെയൊക്കെ കൊല്ലാൻ നടക്കുന്ന പരിപാടികളൊന്നും ഞാനിവിടെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ആ വിശേഷമൊക്കെ അറിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഒരു ഗൈഡ് വരുന്നതാണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പോൾ ആ ഗൈഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണ്. 3/4 മണിക്കൂറോളമായി വെയിറ്റ് ചെയ്യണ്. ഐ ആം എ ഇന്ത്യൻ രാസ്താമാൻ. നമ്മള് രാസ്തയാണെന്ന് ചോദിക്കട്ടെ വന്നപ്പോഴേ ഇന്ത്യ രാസ്തയാന്ന് പറഞ്ഞു. ഒരു സ്ത്രീ കടന്നു വന്നു. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഇവിടെ അല്ല വെയിറ്റ് ചെയ്യേണ്ട, ഇനിയും ഒരു സ്റ്റെപ്പും കൂടി മേലേക്ക് കയറിയിട്ട് അവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്ത്രീ വന്ന് ഞങ്ങളെല്ലാവരും കൂട്ടിക്കൊണ്ടുപോയി. ഞാനും 2 സ്പാനിഷ് അമ്മമാരുണ്ട്. സ്പാനിഷ് അമ്മമാരെന്ന് പറയുമ്പോൾ ചില്ലറക്കാരാ നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, വ്ളോഗേഴ്സാണെന്ന് തോന്നണത്. കയ്യിൽ വല്ല ഹെവി സെൽഫി സ്റ്റിക്കൊക്കെ കൊണ്ടാണ് അമ്മാമ്മ നടക്കുന്നത്. അപ്പോൾ ഈ 2 സ്പാനിഷ് അമ്മമാരെ എന്നെയും കൂട്ടിയിട്ട് ഒരു സ്ത്രീ കടന്നു വന്നു. ഞങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഓരോ സ്റ്റെപ്പിലും ഓരോ സോവിനിയർ ഷോപ്പ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് എത്താനും. നമ്മൾ ബോബ്മാർലി മരിച്ചെടുക്കുന്ന സ്ഥലത്തേക്ക്, അമ്മ മരിച്ചെടുക്കുന്ന സ്ഥലത്തേക്കൊക്കെ എത്താനായിട്ടാണ്. ഇതൊന്നും ക്രോസ് ചെയ്യാൻ നമുക്ക് വീട് കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഈ സോവിനിയർ ഷോപ്പ് കടന്ന് നമ്മളൊരു എന്താ പറയുക, പണ്ടത്തെ തറവാട്ടിലേക്ക് കയറി പോകണ പോലെ വലിയൊരു സ്റ്റെപ്പ് കയറി നമ്മളൊരു സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യണം. അവിടെ എത്തിയപ്പോൾ വീണ്ടും അവിടെ ഒരു ചെറിയ സോവിനിയർ ഷോപ്പ്. വീണ്ടും അവർ പറഞ്ഞു, ഇവിടെ നിന്നോ, ഇവിടേക്ക് ഒരു ഗൈഡ് വരും, അയാളാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക, ഇവിടെ നിന്നോ, ഇവിടേക്കാണ് എല്ലാവരും വരാം. അപ്പോൾ ഓരോ മണിക്കൂറാണ് ഈ ടൂർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോ മണിക്കൂർ നടക്കുന്ന ഒരു പ്രതിഭാസമുള്ള കാര്യട്ടാ. ഈ സ്പാനിഷ് അമ്മമാരുണ്ടല്ലോ, എല്ലാ സൗകര്യ ഷോപ്പിൽ നിന്ന് വില ചോദിച്ച് നമ്മളെ ഇന്ത്യക്കാരെക്കാൾ കഷ്ടം പറയണ പോലെ ഉണ്ട് അവർ വില ചോദിച്ച് പോണത്. അങ്ങനെ ഏറ്റവും അവസാനത്തെ ഈ സൗകര്യ ഷോപ്പിൽ നിന്ന് അമ്മിച്ചി 2 മെഴുകുതിരി മേടിച്ചിട്ടാണ് നമ്മൾ ശവക്കലർ കത്തിക്കാനായിട്ട്. അപ്പോൾ ഈ അമ്മിച്ചിമാർ ഭയങ്കര ഉറക്കനാണ് സംസാരിക്കുന്നത്. അമ്മിച്ചിയുടെ കയ്യിലൊരു സെൽഫി സ്റ്റിക്ക് കണ്ടാൽ നിങ്ങളുടെ ബോധം പോകും. അമ്മിച്ചി ആദ്യം ലൈനിലാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പോയി ചോദിച്ചു, അമ്മിച്ചി ഒരു യൂട്യൂബറാണെന്നൊക്കെ ചോദിച്ചിട്ടാ. പക്ഷെ അമ്മിച്ചി പറഞ്ഞു, യൂട്യൂബറൊന്നുമല്ല, എനിക്ക് ഫോട്ടോ ഞാൻ ഇംഗ്ലീഷ് വലിയ പിടുത്തുന്നില്ല, നമുക്കും വലിയ പിടുത്തുന്നില്ല. എന്നാലും അമ്മിച്ചി പറഞ്ഞു, ഇല്ല ഞാൻ ജസ്റ്റ് ഫോട്ടോ മാത്രമേ എടുക്കണുള്ളൂ, ബോബൻ്റെ ഒരു വലിയൊരു ഫാനാന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 അമ്മിച്ചിമാരും ഓരോ വിശേഷങ്ങൾ അവിടെ ഇരിക്കുന്ന ചേച്ചിമാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ഗൈഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അമ്മിച്ചി നിൽക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെവി വ്ളോഗർ, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇവൻ ബ്ലോഗറാണല്ലോ, അല്ലെങ്കിൽ ഇവൻ വീഡിയോ ക്രിയേറ്ററാണെന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഐറ്റംസ് കയ്യിൽ വെച്ചിട്ടാണ് അമ്മിച്ചിരിക്കുന്നത്. വീണ്ടും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിസരം മൊത്തം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഗാർഡനിങ് ചെയ്തിരിക്കുന്നത് ഭയങ്കര പൂക്കളാണ്. എവിടെ നോക്കിയാലും പൂക്കളാണ്. ഗാർഡനിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എവിടേക്കെങ്കിലും മൂവ് ചെയ്താലും പല കളറിലുള്ള പൂക്കളും ചെടികളും, അവിടുത്തെ ഒരു കിളികളുടെ സൗണ്ടും അറ്റ്മോസ്ഫിയറും സ്കൈൻ്റെ കളറും അവിടുത്തെ കാറ്റും, അതും പ്രത്യേകമാണ്. അവിടുത്തെ കാറ്റും എല്ലാം കൂടി വരുമ്പോഴേ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള പീസ്ഫുൾ എനർജിയാണ്. പീസിൻ്റെ നാട്ടിലെത്തിയൊരു പീസ്ഫുൾ എനർജി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര പീസായിട്ടാണ് നമ്മളിതിനെ നോക്കി കാണുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം 3/4 മണിക്കൂറോളായി നമ്മുടെ ഗൈഡിന് വെയിറ്റ് ചെയ്യണമെങ്കിലും നമുക്കത് തോന്നില്ല. നമുക്കിങ്ങനെ ആ കാറ്റടിച്ച് ഓരോ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് നോക്കിയിരിക്കാന്ന്, അല്ലെങ്കിൽ അവിടെ നിൽക്കാനായിട്ട് തോന്നിട്ടാണ്. അങ്ങനെ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഡാവ് വന്നു കേട്ടോ. നമ്മുടെ ഗൈഡ് ചേട്ടൻ വന്നപ്പോൾ ബാക്കിൽ 3-4 പേര് ജമൈക്കക്കാരൻ ഞാൻ തോന്നുന്നുണ്ട്. നമ്മളെക്കാളും വലിയ ജിണ്ടാളന്മാരാണ് നമ്മുടെ കൂടെ ബോബ്മാറിൽ വീഡിയോ കാണാനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും കയ്യിലുണ്ടല്ലോ ഓരോ ബീറ് ലിക്കർ. ഇതൊക്കെ ഞാൻ ഇതിനെ കാണുന്നത്, നമ്മളിതൊരു കളിത്തമാശയ്ക്ക് അവരെ കളിയാക്കണമെന്നല്ല കേട്ടോ. നമ്മളിതിനെ കാണുന്നത് അവരുടെ സംസ്കാരത്തിൽ അതിനെ നോക്കി അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഇതിനെ കാണുന്നത്. ബോബിൻ്റെ അടുത്തേക്ക് വരുന്നു, 2 അടിച്ച് കയറുന്നു, ബോബിൻ്റെ ഈ ഒരു മൂഡിലുള്ള അവർ ഇതിനൊക്കെ കാണുന്നത്. അപ്പം അത്
കാണുമ്പോൾ നമുക്കൊരു ഒരു 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 ചെറു പുഞ്ചിരി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൈഡ് ചേട്ടൻ്റെ ബാക്കി കൂടെ വിട്ടു. എല്ലാവരും മുമ്പിൽ ഇടറൊക്കെ അടിച്ച് സിഗരറ്റ് വലിച്ച് കഞ്ചാവ് വലിച്ചിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ, ബോബിൻ്റെ ശവകുടീരത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും കഞ്ചാവ് വലിക്കുന്ന ഒരു സെറ്റപ്പിലാണ് അവിടെ സെല്ല് ചെയ്യണത്. ബോബിൻ്റെ അടുത്തേക്കുമ്പോൾ കഞ്ചാവ് വലിച്ചിട്ട് പൊക്കോളോട്ടാന്നാണ് മുമ്പിലത്തെ നമ്മൾ കയറി വരുമ്പോൾ ചേട്ടന്മാർ പറഞ്ഞത്. ഇവരെല്ലാവരും കയ്യിൽ കഞ്ചാവുണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ പറയാം. അങ്ങനെ നമ്മൾ തിരിക്കുന്ന ഈ മഞ്ഞ വീടുണ്ടല്ലോ, ഈ വീട്ടിലാണ് ബോബ് ജനിച്ചത്. ജീവിച്ചത് വേറെ വീട്ടിലാണ്, അത് നമുക്ക് കാണാം. ജനിച്ച വീട്ടിലേക്കാണ് നമ്മൾ പെൻഡർ ചെയ്യാൻ പോണത്. ഈ ജനിച്ച വീട് എന്ന് പറയുമ്പോൾ ബോബിൻ്റെ തറവാടാണ്. ഇവിടെ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗൈഡ് പറഞ്ഞു, നിങ്ങളിത് വീഡിയോ എടുത്തിട്ട് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ നാളെ ഒരാളും ഇങ്ങോട്ട് വരില്ല, ഇത് കാണാനായിട്ടൊന്നും വരില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫോട്ടോ എടുത്തോളൂ. നമ്മളെ റെസ്ട്രിക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, അവർ പറയുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് പിന്നെ ഇവിടെ നിന്ന് ആരും കാണാൻ വരില്ല, ഞങ്ങളുടെ ജോലി പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളങ്ങനെ റിസ്ക് എടുത്ത് ഹിഡൻ ആയിട്ട് വീഡിയോ എടുക്കണ്ട, നമുക്ക് ഫോട്ടോസ് എടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം ഫോട്ടോസിന് അവിടെ എടുത്തേട്ടാ. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക്, നമ്മൾ ജനിച്ച വീടിൻ്റെ അകത്തേക്ക് കയറി അവിടെ ഒരുപാട് ഫോട്ടോസ് കാണാം. ബോബിൻ്റെ മകൻ്റെ ഫോട്ടോ കാണാം, ബോബിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കാണാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബോബിൻ്റെ എല്ലാ ഫോട്ടോസും, ബോബ് പാട്ട് പാടാൻ പോയതും അമ്മേരെ കൂടെ നിൽക്കുന്നതും ബോബിൻ്റെ മക്കളുടെ ഫോട്ടോ, അമ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടത്. ബോബിൻ്റെ അമ്മ എന്ന് പറയുന്നത്, ബോബിൻ്റെ അമ്മയാണ് ബോബിന് ഇങ്ങനെ ആക്കിയതെന്ന് എപ്പോഴും പറയണത്. ബോബിൻ്റെ അമ്മയുടെ ഇൻസ്പിറേഷനും ബോബിൻ്റെ അമ്മ കൊടുത്തിട്ടുള്ള ധൈര്യമാണ് ബോബിനെ ഇങ്ങനെ, ബോബ് മാർലിനെ ഇങ്ങനെ ഒരു ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഇത്രയ്ക്കും പ്രസിദ്ധമാക്കിയതും, അല്ലെങ്കിൽ രാഗ മ്യൂസിക്കിൻ്റെ അധിപനായിട്ട് ലോകത്തിന് മുമ്പിലേക്ക് വരുത്തിച്ച ബോബിൻ്റെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുമായി ബന്ധപ്പെട്ട കഥകളാണ് ഗൈഡ് നമ്മളോട് പറയണതും. അകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം. ബോബിൻ്റെ അച്ഛൻ്റെ പടങ്ങൾ കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്നത് ബോബിൻ്റെ മകനാണ്. മകൻ ഒരു മിലിറ്ററി ഓഫീസറാണ്. 3 മക്കളാണ് ബോബിന് ഒഫീഷ്യലായിട്ടുള്ളത്. പക്ഷേ 13 മക്കൾ വരെ, 6 ഭാര്യമാരിൽ 13 മക്കളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യലി 3 മക്കളാണ്. അപ്പോൾ അവരുടെ മക്കള്, ബോബിൻ്റെ മക്കളുടെ ചെറുപ്പത്തിൻ്റെ ഫോട്ടോസ്, ഒരുപാട് ഫോട്ടോസ്, അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന ഗിറ്റാർ, ഒരുപാട് പടങ്ങൾ. നമുക്ക് ഫോട്ടോസിന് എടുക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചില ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ അകത്തേക്ക് കയറാനും പിടിക്കാനൊക്കെ നമുക്ക് ഒളിവിലൊക്കെ എടുക്കാം. പക്ഷേ അവർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളതൊരു ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കേണ്ട, നമ്മളങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഇടല്ല. അപ്പോൾ നമ്മൾ അവരുടെ ജോലി കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കുറേ ഒന്നും എടുക്കാഞ്ഞിട്ടാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് ബോബ് മാർലി ചെറുപ്പകാലത്തൊക്കെ ജീവിച്ച് വളർന്ന ആ ഒരു വീട്ടിലേക്കാണ് നമ്മളിനി യാത്ര ചെയ്യണത്. ഒപ്പം തന്നെ ബോബ് മാർലിയുടെ അമ്മ മരിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോണത്. അപ്പോൾ കാണാൻ പോണതിന് മുമ്പ് വീണ്ടും നമുക്ക് ഒരു റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണ്. ആ എൻ്റർ ചെയ്ത് കിടക്കുമ്പോഴാണ് നമ്മൾ ബോബ് മാർലി റെക്കോർഡുകളാണ് അവിടെ, ഫുള്ള് റെക്കോർഡുകൾ, കാസറ്റ് വിറ്റേൻ്റെ അന്നക്കാലത്ത് 50,000 പീസുകളൊക്കെ വിറ്റേൻ്റെ യൂണിവേഴ്സൽ റെക്കോർഡൊക്കെ ബോബ് മാർലിയുടെ പേരിലുണ്ട്. ബോബ് മാർലിയുടെ ആൽബം അന്ന് ഇത്രയധികം കോപ്പികൾ ലോകത്ത് വിറ്റഴിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാലോ. ശരിക്കും ബോബ് മാർലി ജീവിച്ചിരുന്നേക്കാളും കൂടുതൽ പൈസ ബോബ് മാർലിയുടെ പേരിൽ വന്ന്, ബോബ് മാർലി മരിച്ചതിന് ശേഷം വന്നേട്ടാ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് CD-കളും, അത് കാസറ്റിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ CD കച്ചവടം, അതുപോലെ എന്ത് സാധനങ്ങളായി ലോകത്ത് ഇപ്പോഴും ബോബ് മാർലിയുടെ പേരിൽ ടീഷർട്ട് വിട്ട് എല്ലാ സംഭവങ്ങളും ഇപ്പോഴും അതേപോലെ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എടുത്ത് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോബ് മാർലി ഒരു ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ബോബ് മാർലിക്ക് 1978 UN പീസ് അവാർഡ് കൊടുക്കുന്നുണ്ടായി. ബോബ് മാർലി അവിടുത്തെ ആളുകൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ശരിക്കും ഈ ഒരു ജമൈക്ക എന്ന രാജ്യത്തേക്ക് ബോബ് മാർലി കൊടുത്തത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്നത് ബാൻഡ് സെക്ഷനൊക്കെ, അവിടെ ഒരു നൈസ് ഒരു പാട്ടൊക്കെ പാടാനുള്ളൊരു സെഗ്മെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വേറെ സെറ്റിൽമെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അവിടെ വന്ന ഒരാൾ കഞ്ചാവ് ചുരുട്ടി അത് വലിക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസ്. അപ്പാപ്പന് ഒരു 65 വയസ്സുണ്ടെങ്കിലും ഉണ്ടല്ലോ, അപ്പാപ്പൻ സെറ്റ് ചെയ്യണത് കാണുമ്പോൾ നമുക്ക് നോക്കി കൊതിയാവൊന്നും പറയാൻ പറ്റില്ല. ഞാനിത് വലിക്കാത്ത ആളാണ്, പക്ഷേ നമുക്ക് നോക്കിയിരിക്കാൻ തോന്നുന്നുട്ടോ. അപ്പം അപ്പാപ്പന ഒരു സൈഡിൽ സെറ്റിൽമെൻറ്റ് നടത്തുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ രഗേ ബാൻഡ്, രഗേ മ്യൂസിക് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. Don't you rock my boat?
So keep it steady like this. And you should know by now. അങ്ങനെ പാട്ടൊക്കെ ആയിട്ട് നമ്മൾ വലിയൊരു ഗേറ്റ് കടന്നിട്ടാണ് ഇനി അടുത്തൊരു സെഗ്മെന്റ് കാണാൻ പോണത്. അവിടെയാണ് ബോബ് മാർലിയിലെ തറവാട്ടത്തെ ആൾക്കാർ മരിച്ചു കിടക്കണതും ബോബ് മാർലിയിലെ അമ്മ മരിച്ചു കിടക്കണതും ബോബ് മാർലി മരിച്ചു കിടക്കണതും ഒക്കെ നമ്മൾ കാണാൻ പോണത് ഈ ഒരു സെഗ്മെന്റിലാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോസ് അലൗഡ് അല്ല എന്ന് അവർ പറഞ്ഞു. എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു, നമ്മൾ ഒരു കളത്തരം കാണിച്ച് നമുക്ക് എടുക്കാം. പക്ഷെ നമ്മൾ മാക്സിമം എടുക്കാണ്ട് നോക്കി അവർക്ക് അവരുടെ ഒരു ജോലി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും അവിടെ ഒരു ഫോട്ടോ സെഗ്മെന്റാണ് നിങ്ങളുടെ മുകളിലേക്ക് എത്തിക്കാൻ പോണത്. അങ്ങനെ നമ്മൾ ആ ഗേറ്റ് തുറന്ന് നേരെ നടക്കുമ്പോൾ നമുക്ക് വലതുഭാഗത്ത് അവരുടെ കുടുംബക്കാരടക്കിയിട്ടുള്ള സ്ഥലം നമ്മൾ ആദ്യം നമുക്ക് പുള്ളിക്കാരൻ കാണിച്ചു തന്നു. ഇതൊക്കെ കാണിക്കുമ്പോഴും ആള് ചെറിയൊരു സിഗരറ്റൊക്കെ ഇരുന്ന് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മൂവ് ചെയ്യണത് ഇവരെല്ലാവരും പീസ്ഫുള്ളാണ്. അതാണ് നമ്മൾ വീണ്ടും പറയണത്. ഇവരെല്ലാവരും ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇവിടെ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവരും പറയണത്. നിങ്ങൾക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയെങ്കിൽ സന്തോഷമായി, ഞങ്ങളുടെ ജോലി പോവില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡ് തന്നെ പോവില്ലോ. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ബോബ് മാർലിയിലെ കുടുംബക്കാരെ അടക്കിയിട്ടുള്ള നമുക്ക് സ്ഥലം കാണാം. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കളർ ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിലത്തെ ബോബ് മാർലി അമ്മ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം കടന്നു പോണത്. അപ്പം അതിന് മുമ്പ് കൂടെ വന്ന ആൾക്കാർക്ക് ബോബ് മാർലിയുടെ അമ്മ മരിച്ചെടുത്ത് അല്ലെങ്കിൽ ബോബ് മാർലി മരിച്ചു കിടക്കണോടത്ത് ഒരു കഞ്ചാവ് വലിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ചിയേഴ്സ്, നമ്മുടെ നാട്ടിൽ ചിയേഴ്സ് പറഞ്ഞ പോലെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഞ്ചാവ് കൊടുത്ത് വലിച്ചിട്ട് വേണം ശവക്കല്ലറയിലേക്ക് കയറി പോണത്. അപ്പോൾ ശവക്കല്ലറയിലേക്ക് കയറി പോണതിന് മുമ്പ് അവിടെ ഒരു പള്ളിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോബ് മാർലി ഒരു എത്തോപ്യൻ ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് വന്നത്. അപ്പനൊരു ഇംഗ്ലീഷുകാരനാണെങ്കിലും അമ്മ ഒരു എത്തോപ്യൻ ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം മൊത്തം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം എത്തോപ്യൻ ഓർത്തഡോക്സ് വിശ്വാസം. നമ്മൾ ജമൈക്കയിലേക്ക് വരുമ്പോൾ ആ ഫ്ലൈറ്റിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് എത്തോപ്യൻ ബൈബിൾ വായിച്ചിരിക്കുന്ന ഒരു പയ്യനാണ് എനിക്ക് അവിടെ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഷൂ ഒക്കെ ഊരി നമ്മൾ നേരെ പള്ളിയിലേക്ക് കയറി. പള്ളിയിൽ എത്തോപ്യൻ ഫാദർ നമുക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പ്രയറും സംഭവങ്ങളൊക്കെ നടത്തി. ഒരു നൈസ് ഒരു പള്ളി. നമ്മൾ എത്തോപ്യയിൽ പോയപ്പോൾ കണ്ട പോലത്തെ പടങ്ങളും സംഭവങ്ങളൊക്കെ കണ്ട് നമ്മൾ ഫാദറിൻ്റെ പ്രാർത്ഥന കേട്ടു, പ്രസംഗം കേട്ടു. പിന്നെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് എല്ലാം പറയണത്. നമ്മളിപ്പോൾ സൗത്ത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഫുള്ള് സ്പാനിഷാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അച്ഛൻ പറയണത് മനസ്സിലായിട്ടാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ അമ്മ മരിച്ചു കിടക്കണ കബറിടം കാണാൻ നമ്മൾ പോയത്. അങ്ങനെ അകത്തേക്ക് കയറി കബറിടം കണ്ടു. നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ അത്രയും നേരം നമ്മൾ രഗേ മ്യൂസിക്, ബോബ് മാർലി, ഒരു പീസ്ഫുൾ ആ മൂഡിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു ചെറിയൊരു വിഷമം നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അമ്മേരെ ശവക്കലർ കണ്ട് നമ്മൾ നേരെ പോണത് ബോബ് മാർലി ജനിച്ച വീട് നമ്മൾ അടിയിൽ കണ്ടു, നമ്മൾ തറവാട് കണ്ടു. അവിടെ നിന്ന് ബോബ് മാർലിയുടെ കുട്ടിക്കാലം ജീവിച്ച വീട്ടിലേക്കാണ് നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യാൻ പോണത്. കുഞ്ഞൊരു വീട്, ഒരു റൂമും ഒരു ചെറിയ അടുക്കളയും ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളു. അതിനുള്ളിൽ ബോബ് മാർലി കുട്ടിക്കാലത്ത് ജീവിച്ചത്. അപ്പോൾ ആ വീടിൻ്റെ അകത്ത് കയറി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ വീടിൻ്റെ അകത്ത് കയറി ആ ബെഡുമ്മ ഇരുന്ന് കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകത്തോടെ ആണെങ്കിലും അവരതിനെ നോക്കി കാണുന്ന ഒരു മൈൻഡ് സെറ്റ് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തമ്പനയിൽ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരെന്നൊരു സിഗരറ്റൊക്കെ മേടിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിനിടയ്ക്ക് കേട്ടോ. അതൊരു കാര്യം, നമ്മൾ വലിക്കില്ലെങ്കിലും ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് എടുക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ബോബിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോണത് ബോബ് മാർലി മരിച്ചെടുക്കണ ശവക്കല്ലറയിലേക്കാണ്. അവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും നല്ല അല്ല. അങ്ങനെ അകത്ത് കയറി ബോബ് മാർലിയുടെ ശവക്കല്ലറയിലും കണ്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ബോബ് മാർലി മരത്തൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ നാട്ടുകാർ ഇങ്ങനെയൊക്കെ പുള്ളിനെ നോക്കി കാണുന്നൊക്കെ നമ്മൾ ഇവിടെ എത്തിപ്പെടാ. ആ ജനിച്ച വീട്ടിൽ കയറിയപ്പോഴല്ലേ, ബോബ് മാർലി ജനിച്ച വീട്ടിൽ കയറിയപ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യാട്ടാ. ഇവിടെയൊക്കെ ബിസിനസ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചെങ്കിലും ഇല്ലേ, അപ്പോൾ അതിലെന്തോ അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ വേറൊരു മൂഡ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യാട്ടാ. അതൊരു അനുഭവമായിരുന്നു. ആളെ അമ്മയാണ് ശരിക്കും പുള്ളിനെ അങ്ങനെ ആളെ കഴിവ് തിരിച്ചറിഞ്ഞ് ആളെ സ്വന്തം അമ്മയെന്ന് പറയണടാ. അമ്മേരെ ആ ഒരു സപ്പോർട്ട് ആൾക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എന്ന് പറയണടാ. ആളെ 36-ാം ദിവസത്തിൽ മരിച്ചില്ലായിരുന്നില്ലേ, വേറൊരു സെഗ്മെന്റ് തന്നെയാണ് കേട്ടാ. അമ്മയുണ്ട് നമ്മൾ കാണുന്നത്. അമ്മേനെ എന്ത് രസമായിട്ട് ഉണ്ടാക്കി വെച്ച് നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ടിൽ മകനെ ബോബ് മാർലി വെച്ചിട്ട് എൻ്റെ മുമ്പിൽ അമ്മേനെ വെച്ചിരിക്കടാ. ബോബ് മാർലിയിലെ ട്രെഞ്ച് ടൗണിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വന്നു. അവിടെ വന്ന് കയറുമ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ വന്ന് കയറി തന്നെ ഇവിടുത്തെ ഒരു മ്യൂസിയം സെറ്റപ്പാണ്. ഇത് അധികം നാളായിട്ടില്ല നമ്മൾ ആൾക്കാർക്ക് തുറന്നിട്ടല്ലേ. ഇത് മുമ്പ് അധികം ആൾക്കാർക്ക് തുറന്നിട്ടില്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്തിന് തുറന്നിട്ടാ. ഇവിടെ ആൾക്കാർ ഇവിടെ ആ ചേട്ടൻ്റെ ബോബ് മാർലി ടീഷർട്ടും സംഭവങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നിൽ തന്നെയാണ് കേട്ടോ. രാസ്തകരാണ് ഫുള്ള്
സെല് ചെയ്യണ്ട അല്ല പീസ് ഇതണ്ട വൈൻ അടിക്കുന്ന ഗ്ലാസ് 8 സെറ്റ് സാധനങ്ങളുണ്ടോ I just want to shoot yeah. അപ്പോൾ ജമൈക്കയുടെ ഫ്ലാഗിൻ്റെ ഒപ്പം തന്നെ ബോബ് മാർലിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിക്കണൊക്കെ ആലോചിക്കാൻ പറ്റുമോ? ഇത് നമ്മൾ വന്ന മ്യൂസിയത്തിന് ആണ് വീട് താമസിക്കുന്ന വീടൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കട്ടോ. താങ്ക് യു ബോസ്. ശരിക്കും ഉണ്ടല്ലോ ഗവൺമെൻറ് ഇവിടുത്തെ രാഷ്ട്രമാർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് കൊടുക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും. നമ്മളിനി മെയിൻ ഇത് കഴിഞ്ഞിട്ട് 16ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് ബോബ് മാർലി ജീവിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്ത് ഇനി പോണത്. എന്തായാലും 11 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ബോബ് മാർലി ജീവിച്ചു കൊടുത്തുന്ന ടീം ട്രാവലിസ്റ്റ് ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബോബ് മാർലി ജീവിച്ച വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴില്ലേ ഇവിടുത്തെ നമ്മൾ മെസ്സിയുടെ വീട്ടിലേക്ക് അർജന്റീനയിൽ പോയ പോലെ മതിലും ഇങ്ങതിലും എല്ലായിടത്തും ഫ്ലാഗും ഫോട്ടോസും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് ബോബ് മാർലിയെ പോലെ തന്നെ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ അവരുടെ പേരുകളൊക്കെ ഒരു എഴുതിണ്ട്. വെൽക്കം ടു ഫ്രഞ്ച് ടൗൺ കേട്ടോ. ഇതേട്ടാ കൗട്ട അവരൊക്കെ ഹെവി സിംഗേഴ്സ് ആണ് കേട്ടോ. അറ്റ് ലാസ്റ്റ് ലെജൻഡ് ദി ബെസ്റ്റ് ഓഫ് ബോബ് മാർലി. അങ്ങനെ നമ്മൾ ബോബ് മാർലിയുടെ വീട് ഏറ്റവും പടുകൂറ്റൻ വീടിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ബോബ് മാർലി മരിക്കണവരെയും ജീവിച്ച വീടിനെ കാണുന്നത് അല്ലേ? ഇതാണ് ബോബ് മാർലി ജീവിച്ച വീട്. ബോബ് മാർലിക്ക് വെടിയേറ്റത് 1979 വെടിയേറ്റത് ഇവിടെയാണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോ റെക്കോർഡ് സ്റ്റുഡിയോ ഉണ്ടല്ലേ? ഒക്കെ ഇൻസ്ട്രുമെന്റും ഉണ്ട്. 40-45 വർഷത്തിന് മുമ്പ് കൊല്ലത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഒരു 3 വർഷം റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. അതെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം കയറുന്നില്ല. നമ്മൾ നേരത്തെ പോയടുത്തൊരു ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നില്ല. അപ്പോൾ 45 വർഷം മുമ്പ് ബോബ് മാർലി ജീവിച്ചിരുന്ന അമേരിക്കയിലും UK-ലും ജമൈക്കയിലൊക്കെ മാറി മാറി ജീവിച്ചിരുന്നപ്പോൾ ജമൈക്കയിൽ ലാസ്റ്റ് ജീവിച്ച വീടാണ് നമ്മൾ കാണണട്ടാ. എന്ത് ഭംഗിയായിട്ടില്ല ഉണ്ടായിക്കണല്ലോ, പച്ചപ്പും സംഭവങ്ങളും അല്ലേ? രക്ഷയില്ലട്ടാ അപ്പാപ്പൻ. Hagwan Jamaica. My name is Bongo Herman. Bongo Herman. I'm one of Bob Marley musician. Oh, musician. Yes, Oh, from nice. Bob Marley. Nice meeting you. Where from? India. Oh, it's my place, sir. Yeah. You can come take some picture if you want. വീട് നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇന്നത്തെ ലൈറ്റിങ്ങും പരിപാടികളൊക്കെ വന്നപ്പോഴല്ലോ വേറൊരു ലെവല്. ഇവിടുത്തെ മതിലുകളും എല്ലായിടത്തും ബോബിന്റെ പടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മുടെ വീടിന്റെ നേരെ മുമ്പില് ബോബിന്റെ ഒരു ഗിറ്റാർ പിടിച്ചിരിക്കണ ഒരു ഫോട്ടോ ട്ടാ. ബോബ് ചിന്തിക്കാൻ പറ്റോ? ടീം ട്രാവലിസ്റ്റ് കേട്ടോ ജമൈക്കയില്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ ഇവിടെ വൺ ലവ് എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പോസിറ്റ് റെസ്റ്റോറൻറ്റ് എന്തോ സംഭവം. ഈ റെസ്റ്റോറൻ്റ് ആണല്ലേ? ചെറിയ റെസ്റ്റോറൻറ്റ്. അവിടെ വൺ ലവ് എന്നൊക്കെ ഇവിടെ മരത്തോണ്ട് എഴുതിയിട്ടുണ്ട്. എല്ലാ ചുമരുമ്പോഴും ബോബിൻ്റെ പടം ഉണ്ടാ. ഇവിടെ തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ വീടിൻ്റെ ഇപ്പുറത്തെ ഭാഗം വീട് നിൽക്കണത് ഇലകളാൽ കവർ ചെയ്തിട്ട് എല്ലായിടത്തും ഇലയാണ് കേട്ടോ. ഇലയില്ലാണ്ടൊരു ബോബില്ല. ഏത് ഇലയിലും ബോബിന് ഒരേപോലെയാന്ന് പറയില്ലേ ആ കേസാട്ടോ. ഇവിടുത്തെ എല്ലാ ചുമരുമയും നമുക്ക് കാണാട്ടോ ബോബ് മാർലിയുടെ പടങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നത്. ആർട്ടിസ്റ്റുമാർ ഫുള്ള് വരച്ച് വെച്ചിരിക്കുന്നത്. നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെയും എല്ലായിടത്തും നമുക്ക് കാണിച്ചിട്ടുണ്ടോ. ഓരോ ചുമരുമ്പോൾ കാണുമ്പോഴായാലും ബോബ് മാർലിയുടെയും അവരുടെ കൂട്ടുകാരന്മാരുടെയും കൂട്ടുകാരത്തിനൊക്കെ ഫോട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടോ. ഇവിടെ ആര് വന്നാലും ഇവിടേക്ക് വരാറില്ലേ? എല്ലാവരും വരാറുണ്ട്. ജമൈക്കയിൽ ആര് വന്നാലും ഇവിടേക്ക് ഇപ്പൊ സിറ്റി ആണ്ട് പോവില്ല. അതെ, ജമൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബ് മാർലി. എന്നാലും വീടിന്റെ ആ ഒരു സ്ട്രക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൂ. എന്തൊരു ഭംഗി വീട് കാണാൻ. അപ്പൊ വീട്ടിലേക്ക് നമ്മൾ കടന്നു വന്ന സാധാരണ നമ്മളൊരു വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറണ പോലെ തന്നെ വരുമ്പോ തന്നെ ഫുള്ള് ആർട്ടുണ്ട്. ജമൈക്കൻ ഫ്ലാഗും സംഭവങ്ങളും. മെയിൻ റോഡിൽ നിന്ന് നേരെ മുമ്പിൽ കേട്ടോ കാരേജ് ഹൗസിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഈ സ്ഥലം. നോക്കിയത് കണ്ട ബോബ് മാർലി മ്യൂസിയം. എന്തായാലും ജമൈക്ക കാണാൻ വരുന്ന ആൾക്കാർ എന്തായാലും ബോബ് മാർലി മ്യൂസിയം എന്തായാലും വന്ന് കണ്ടോളൂ. ഇതൊരു ചരിത്രം ഉണ്ടോ. ബോബ് മാർലി എന്ന മനുഷ്യനെ പഠിക്കാൻ പറ്റിയൊരു ചരിത്രത്തിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെയൊക്കെ ബോബ് മാർലി ഫാമിലി. ഇത് ലാസ്റ്റ് അവസാനത്തെ ഭാര്യയിലുണ്ടായ 3 കൊച്ചുങ്ങളുണ്ടാ. ബോബ് മാർലിക്ക് 3 പെൺകുട്ടികളാണ്. ഏറ്റവും അവസാനം 14 മക്കളുണ്ട്. അതിൽ ലാസ്റ്റ് ഭാര്യയും 3 കുട്ടികളെ കാണണ്ട. അന്നത്തെ ബോബ് മാർലി ഫുട്ബോൾ കളിക്കുന്നതും ഈ ഫുട്ബോളിൻ്റെ സാധനം വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാലുമ സ്കിൻ ക്യാൻസർ വന്നാണ് തള്ള വരുന്നത്. ആ കാലുമുണ്ടായ മുറിവ് സ്കിൻ ക്യാൻസറിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞത് കുറേ നാൾ കഴിഞ്ഞിട്ട് എല്ലാവരും വിചാരിച്ച് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായ ഒരു മടക്കാണ് അല്ലെങ്കിൽ മുറിവാണെന്ന് വിചാരിച്ചേട്ടാ. കൂടെ ബോബ് മാർലിയുടെ ടീം മൊത്തം ഉണ്ട് കേട്ടോ. നമ്മുടെ രഗേ മ്യൂസിക്കാരൊക്കെ കമന്റ് ചെയ്യാട്ടാ. രഗേ മ്യൂസിക് ഒക്കെ ഇവിടെ ഓരോരുത്തരും മാറി മറിഞ്ഞൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കട്ടാ. ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ ബോബ് മാർലി വീടിൻ്റെ സൈഡിലൊരു ഡാവ് മ്യൂസീഷ്യനായിട്ട് നിൽക്കുന്നുണ്ട്. ആളെ നമ്മളെ നേരത്തെ ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് വന്നു. പൈസ കിട്ടുള്ള പരിപാടിയാണെങ്കിലും പുള്ളി ഒരു മ്യൂസീഷ്യനാട്ടാ.
ഇതേപോലെ കുറെ ഫേമസ് ആയ ആൾക്കാരൊക്കെ ഉണ്ടോ? മക്കളാണല്ലേ? ഓക്കെ. കുറെ ഫേമസ് ആയ ആൾക്കാരൊക്കെ പുള്ളിയുടെ അടുത്ത് വന്ന് പാട്ട് പാട്ടിന്ന് പറഞ്ഞിട്ടാ. ബോബിന്റെ ക്യാപ്പൊക്കെ ഉണ്ട് ഇവിടെ. ചിന്തിക്കാൻ പറ്റുമോ? ബോബിന്റെ ക്യാപ്പൊക്കെ ഉണ്ട് ഇവിടെ. This is you? Yeah, look. Me and Bob Marley. You and Bob Marley? Yes. This is you? Yes. ബോബ് മാർലി കെട്ടിനപ്പ ചങ്കണ്. ബോബ് മാർലി ഫ്രണ്ടാ? ആളെ പണ്ടത്തെ ഫോട്ടോ നോക്കിയാ കാണുമ്പോ നോണ പറഞ്ഞല്ലാട്ടാള്. ഗെയിം ക്യാപ്റ്റന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. This. Me, El Selassie. മനസ്സിലാക്കി. ബാങ്കോ ഹെർമൻ. Me. ബോങ്കോ ഹെർമൻ. Yeah, me. Prince Charles. ഓ പുള്ളിയപ്പോ ചെറിയ സംഭവം അല്ലേട്ടാ. കണ്ടാ Me, Africa. ആഫ്രിക്ക ഫോർ ദ പ്രോഗ്രാം Ghana. ഘാന. Yeah. Oh. Kumasi. ഓ നൈസ്. Right up. ദിസ് ഈസ് ഓൾ പേപ്പർ കട്ടിങ്സ്. Yeah, with me. Yeah. Me. റിയലി അപ്രീഷിയേറ്റ് മാൻ. റിയലി നൈസ് ടു മീറ്റിംഗ് യു. Bob Marley father. ബോബ് മാർലി ഫാദർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബോബ് മാർലിയുടെ ഫാദർ വെള്ളക്കാരനും അമ്മ ആഫ്രിക്കയാണെന്ന്. അപ്പൊ ഇതായിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരുണ്ടായതാണ് ബോബ് മാർലി ഡാം. വാട്ട് ഈസ് ദിസ്? It's a pipe. പൈപ്പ് ടു സ്മോക്ക് Charlie. Yes. ഫോർ കഞ്ച ഓർ കഞ്ച എവറിഥിങ്. ഒരു സ്പെഷ്യൽ സംഭവം അവിടെ ജമൈക്കൻ പൈപ്പ് സെറ്റ് ചെയ്തിട്ട് അതിലടിക്കണം ആള്. പൈപ്പിലൂടെ വലിക്കുക. നമ്മുടെ നാട്ടിലത്തെ ഗാർഡൻ പൈപ്പില്ലേ, ഗാർഡൻ പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടോ. ഏത് റേഞ്ചിലായാലും അകത്തേക്ക് പുക ചെന്നാൽ മതി അല്ലേ? Put water. And good. What do you remember your friendship with Marley, Bob Marley? Bob Marley is a prophet. Is the He's a prophet. yeah A musical prophet. A spiritual man. spiritual man? Clean-hearted. Okay. Loving, caring. And I'm glad that I and him good friends. Good friend, yeah. And I play music with him. Yeah. And we all are from Trenchtown. Yeah. Trenchtown, yeah. And my name is Bongo Herman. Bango Herman. You can go on Instagram and YouTube and look up that name. Okay. I'm also into a movie, one called Rockers, and how do they come with Jimmy Cliff. ബാങ്കോ ഹെർമൻ എന്നാണുള്ള പേര് കേട്ടോ. എന്തായാലും പുള്ളിക്കാരന് ബോബ് മാർലിനെ പറ്റി പറയുമ്പോൾ 100 നാവണം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരനെ ഈ ബോബ് മാർലി വീടിന്റെ സൈഡിൽ ഇരുത്തി കച്ചവടം ചെയ്യാനും എല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കാനുള്ള അധികാരം ഗവൺമെന്റ് കൊടുത്തിട്ടാ. വീടിന്റെ നേരെ ഓപ്പോസിറ്റ് പുള്ളിക്കാരന് കൊടുത്തിരിക്കട്ടോ. അത് വേണം. It's me. ഓ നൈസ്. വിത്ത് ബോബ്. ആള് ഫുള്ള് സാധനങ്ങൾ എടുക്കാം. ആള് പണ്ടത്തെ ഓർമ്മകൾ നമ്മളെടുത്ത് കാണിച്ചിരുന്നോട്ടാ. ചിന്തിക്കാൻ പറ്റില്ല. പാവപ്പാപ്പനാട്ടോ. എന്നിട്ടാലും എല്ലാത്തിനും ഉപരി ആള് നല്ല സ്നേഹമുള്ള മനുഷ്യനാ. It's you. Really? It's a huge difference, huh? Movie, Rockers. Rackles. Yeah, look for on the phone, Rockers. Okay. അപ്പൊ എന്തായാലും ബോബ് മാർലിനെ കുറിച്ചുള്ള ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബോബ് മാർലി എന്ന മനുഷ്യനെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബോബ് മാർലിനെ പറ്റി അറിയാൻ പറ്റിയെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ബോബ് മാർലി എപ്പിസോഡ് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും എനിക്ക് എടുക്കാൻ വന്നപ്പോൾ. അതെനിക്ക് കറക്റ്റ് എടുക്കാൻ പറ്റി. കാരണം ചേട്ടൻ ഫുൾ ഹെൽപ്പ് ചെയ്ത് നമ്മൾ എടുക്കാൻ. താങ്ക് യു ബോബ് മാർലി. ലെജൻഡ് ഓഫ് ജമൈക്കയുടെ എപ്പിസോഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടോ. ട്രാവലിസ്റ്റ. ട്രാവലിസ്റ്റ.